മഴവില്ലാകൃതിയിലുള്ള ഇടുക്കി ഡാമിന് തൊട്ടുമുന്നിൽ താമസിക്കാം. ടൂറിസം വകുപ്പിന്റെ എക്കോ ലോഡ്ജിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോ തുടർന്നു കാണുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിന്റെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് എക്കോ ലോഡ്ജ് പണിതിരിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ രണ്ട് ഭാഗങ്ങളിൽ കുറവൻ കുറത്തി മലകൾക്ക് മുന്നിലെ അതിമനോഹരമായ പ്രദേശത്താണ് ലോഡ്ജ് ഉള്ളത്. ഡാമിന്റെ ഏറ്റവും മികച്ച വ്യൂ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. 25 ഏക്കറോളം വരുന്ന പ്രദേശത്താണ് ഇക്കോ ലോഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തടി കൊണ്ടാണ് ലോഡ്ജുകളുടെ നിർമ്മാണം. 12 കോട്ടേജുകളാണ് ആകെയുള്ളത്. വിനോദസഞ്ചാര വകുപ്പിന്റെ വെബ്സൈറ്റായ www.kerala-tourism.org വഴി ഇക്കോ ലോഡ്ജ് ഓൺലൈനായി ബുക്ക് ചെയ്യാം. എറണാകുളത്തു നിന്നും തൊടുപുഴയിൽ നിന്നും വരുന്നവർക്ക് ചെറുതോണിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മുൻപോട്ട് പ്രധാന പാതയിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ സാധിക്കും. ലോഡ്ജിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതോണി, ഇടുക്കി ഡാം, ഹിൽവ്യൂ പാർക്ക്, ഇടുക്കി DTPC പാർക്ക്, കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്, കാൽവരി മൗണ്ട് തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനാവും. കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ തനത് ജീവിതശൈലി, കല, കരകൗശല നിർമ്മാണം, ഭക്ഷണം എന്നിങ്ങനെയുള്ളവ ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്ന എത്നിക് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായാണ് ചെറുതോണിയിൽ എക്കോ ലോഡ്ജ് പണിതിരിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ kerala-tourism.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി എക്കോ ലോഡ്ജ് മുറികൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവോയർ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണിത്. 1976 ഫെബ്രുവരി 12 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 1932 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. ജോൺ ഇടുക്കിയിലെ ഘോരവനങ്ങളിൽ നായാട്ടിനെത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തിയത്. നായാട്ടിനിടയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടി. തുടർന്നുള്ള യാത്രയ്ക്ക് വഴികാട്ടിയായി കൊലുമ്പനെ കൂട്ടി. കൊലുമ്പൻ കുറവൻ കുറത്തിയ മലയിടുക്ക് കാണിച്ചു കൊടുത്തു. മലകൾക്കിടയിലൂടെ ഒഴുകിയ പെരിയാർ ജോണിനെ ആകർഷിച്ചു. ഇവിടെ അണ കെട്ടിയാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോണിന് തോന്നി. പിന്നീട് ജോൺ എഞ്ചിനീയറായ സഹോദരന്റെ സഹായത്തോടെ അണക്കെട്ടിന്റെ സാധ്യതകളെക്കുറിച്ച് തിരുവിതാംകൂർ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അണക്കെട്ട് കുറവൻ മലയെയും കുറത്തിമലയെയും ബന്ധിപ്പിക്കുന്നു. ഇതുമൂലം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവള്ളിത്തോട്ടത്തിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു. 60 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത്. പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘന അടിയാണെങ്കിലും 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. 780 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പദ്ധതിയുടെ ഊർജോൽപാദന കേന്ദ്രം മൂലമറ്റമാണ്. നാടുകാണി മലയുടെ മുകളിൽ നിന്നും 750 മീറ്റർ അടിയിലുള്ള മൂലമറ്റം പവർ ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു.